നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാക്രോ ഇക്കണോമിക്സിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. അതുപോലെ തന്നെ ഈ ഓരോ ഡെവലപ്മെൻറ്റ്സിലും എങ്ങനെയാണ് ഈ മാക്രോ ഇക്കണോമിക്സ് ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഇതിലൂടെ പരിശോധിക്കും. ഓക്കെ, മാക്രോ ഇക്കണോമിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാക്രോ ഇക്കണോമിക്സ്. ഓക്കെ, മാക്രോ ഇക്കണോമിക്സിൻ്റെ ഈ ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ നമുക്കറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മാക്രോ എക്കണോമിക്സിന്റെ ഡെവലപ്മെന്റ്സുമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഡെവലപ്മെന്റ്സ് ഓഫ് മാക്രോ എക്കണോമിക്സ് നമുക്കറിയാം, അതിൽ ഏറ്റവും ഇനീഷ്യലായിട്ട് വന്നതാണ് ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ്. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തിയറി ആയിട്ട് പഠിച്ചു തുടങ്ങുന്നത് ആദ്യം ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് ആണ്. ക്ലാസിക്കൽസിന് ശേഷം പിന്നെ വന്നിട്ടുള്ളതാണ് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ്. കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ് മൂന്നാമത്തതായിട്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ നിയോ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ്. നിയോ ക്ലാസിക്കൽസിന് ശേഷം മോണിറ്ററിസം ബിൽഡ് ചെയ്യണം. മോണിറ്ററിസം ദെൻ അതിനുശേഷം നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ്. അതുപോലെ തന്നെ നിയോ കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ്. ദെൻ നിയോ കെയ്നീഷ്യന് ശേഷം പോസ്റ്റ് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന്റെ ഡെവലപ്മെന്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു പറഞ്ഞ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1930s മുമ്പുള്ള പീരീഡാണ് നമ്മൾ ക്ലാസിക്കൽസ് മാക്രോ എക്കണോമിക്സിന്റെ പീരീഡായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇപ്പൊ എന്താണ് ഈ ഒരു 1930s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു ഗ്ലോബൽ ഡിപ്രഷൻ വരികയും അതിനുശേഷം 1930s ശേഷം കെയ്നീഷ്യന്റെ കുറെ ഐഡിയകൾ നമ്മൾ ഫോളോ ചെയ്യുകയും ഒരു കെയ്നീഷ്യൻ റവല്യൂഷൻ അവിടെ ഉണ്ടാവുകയും പിന്നീട് നമ്മൾ ഫോളോ ചെയ്തത് കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് അറിയപ്പെടുകയും ചെയ്യും. അപ്പൊ ഇതൊരു നമ്മളൊരു റിമാർക്കബിൾ പീരീഡ് ആയിട്ടാണ് എടുക്കുന്നത് ഈ 1930. ഓക്കെ, 1928 ആണ് നമ്മളുടെ ഈ ഒരു ഡിപ്രഷൻ ഉണ്ടാകുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പുസ്തകം 1936 പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 1930s മുമ്പുള്ള പീരീഡിനെ അല്ലെങ്കിൽ കെയ്നീഷ്യന് മുമ്പുള്ള പീരീഡിനെ നമ്മൾ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയും. അതിനുശേഷം ഈ ഡിപ്രഷന് ശേഷം പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു മാക്രോ എക്കണോമിക്സിന്റെ ബ്രാഞ്ചാണ് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കെയ്നീഷ്യന്റെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ക്ലാസിക്കൽസ് ഫോളോ ചെയ്ത പല കാര്യങ്ങളും കെയ്ൻസ് എതിർക്കുകയാണ്, എന്നിട്ട് പുതിയ ഐഡിയ അവിടെ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം. നമുക്ക് ഈ ഒരു പീരീഡ് ഒന്ന് ആദ്യം മനസ്സിലാക്കി പോകാം. ബിഫോർ 1930s ശേഷം, ഇത് ബിഫോർ ആണ്. ആഫ്റ്റർ 1930s നമ്മളെ കെയ്നീഷ്യൻ എക്കണോമിക്സ് വരുന്നത്. പിന്നെ ഒരു നിയോ ക്ലാസിക്കൽ നമ്മളൊരു 1960s ബിൽഡ് ചെയ്ത് വരുന്നത്. മോണിറ്ററിസം ഒരു 1960s and 70s നമ്മളുടെ മോണിറ്ററിസം ബിൽഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, ദെൻ ന്യൂ ക്ലാസിക്കൽ മാക്രോ ഇക്കണോമിക്സ് ബിൽഡ് ചെയ്ത് വരുന്നത് 1970s. ദെൻ നിയോ ക്ലാസിക്കൽസും അതുപോലെ തന്നെ പോസ്റ്റ് കെയ്നീഷ്യനും നമുക്ക് ഏകദേശം ഒരു 1980s and 90s കാണാൻ പറ്റും. അപ്പൊ ഈ പറയപ്പെടുന്ന രീതിയിലാണ് നമുക്ക് ഇതിന്റെ ഒരു ഡെവലപ്മെന്റിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുക. ക്ലാസിക്കൽസ് ബിഫോർ 1930s, കെയ്നീഷ്യൻസ് നമ്മളുടെ 1930s ശേഷം വരുന്നു. ദെൻ കെയ്നീഷ്യന് ഫെയിലിയർ ആകുമ്പോൾ അതിനെ വീണ്ടും ക്ലാസിക്കൽസിനെ തന്നെ മോഡിഫൈ ചെയ്തിട്ട് നിയോ ക്ലാസിക്കൽ വരുന്നു. ദെൻ അതിനുശേഷം മോണിറ്ററിസം വേറൊരു ആസ്പെക്ട്സിൽ അവതരിപ്പിക്കുന്നു. മിൽട്ടൺ ഫ്രീഡ്മാന്റെ കീഴിൽ മോണിറ്ററിസം എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് തോട്ട് അവിടെ ബിൽഡ് ചെയ്ത് വരികയാണ്. അത് 1960s and 70s. ദെൻ പിന്നെ 1970s ആകുമ്പോഴേക്കും ന്യൂ ക്ലാസിക്കലിന് തന്നെ വീണ്ടും പുതിയ ഐഡിയ രൂപപ്പെടുത്തി ന്യൂ ക്ലാസിക്കൽസ് വരുന്നു.
ദെൻ 80s ആൻഡ് 90s കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് നിയോ കെയ്നീഷ്യനും അതുപോലെ തന്നെ പോസ്റ്റ് കെയ്നീഷ്യനും വരുന്നു. അപ്പം ഇതാണ് നമ്മളുടെ മാക്രോ ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ എന്താ പറയാ മൈൽ സ്റ്റോണുകൾ എന്ന് പറയാൻ പറ്റും. മൈൽ സ്റ്റോണുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് നമുക്കറിയാം. ഒരു എക്കണോമിക്സ് അടിസ്ഥാനപരമായി പഠിക്കുന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്കിതിൽ ഓരോന്നിലേക്കും സ്പെസിഫിക് ആയിട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് അതിൽ ക്ലാസിക്കൽ മാക്രോ ഇക്കണോമിക്സ്. ക്ലാസിക്കൽ മാക്രോ ഇക്കണോമിക്സ്. ക്ലാസിക്കൽസ് എന്ന് പറയുന്നത്, ക്ലാസിക്കൽസിന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കണം. ക്ലാസിക്കൽസിൽ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ഒന്ന് ഡേവിഡ് റിക്കാർഡോ. പ്രത്യേകം ഓർത്തു വെക്കുക, ഡേവിഡ് റിക്കാർഡോ. തന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരാളാണ് ആഡം സ്മിത്ത്. ഡേവിഡ് റിക്കാർഡോ, ആഡം സ്മിത്ത്, ദെൻ മാൽത്തൂസ്, ദെൻ ജെ.ബി. സെയ്സ്, എ.സി. പിഗു, ജെ.ആർ. മാൽത്യൂസ്, ജെ.ബി. സേ, എ.സി. പിഗു തുടങ്ങിയിട്ടുള്ള ആളുകളാണ് നമുക്കിവിടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലാസിക്കൽ മാക്രോ എക്കണോമിസ്റ്റുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ പീരീഡിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഈ എക്കണോമിസ്റ്റുകളാണ്, ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് ക്ലാസിക്കൽ ഐഡിയോളജിക്ക് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കെയ്ൻസ് ഒരു ക്ലാസിക്കൽസിന്റെ ഫോളോവർ ആയിരുന്നു. പക്ഷേ ഈ ക്ലാസിക്കൽ സിസ്റ്റം ഫെയിലിയർ ആണ് എന്ന് ബോധ്യപ്പെട്ട് പിന്നെ കെയ്ൻസ് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അങ്ങനെയാണ് പിന്നെ കെയ്നീഷ്യൻ ഡെവലപ്മെന്റ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്ലാസിക്കൽസിന്റെ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. ഇത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ടതാണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഈ ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ആസ്പെക്റ്റ് ആണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ്. ക്ലാസിക്കൽസ് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് തിയറി അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ ക്ലാസിക്കൽ തിയറി ഓഫ് മണി. മണിയുടെ ആസ്പെക്ട്സിൽ എന്ത് എക്സ്പ്ലനേഷൻ ആണ് അവർ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് അറിയേണ്ടതുണ്ട്. ക്ലാസിക്കൽ തിയറി ഓഫ് മണി ആൻഡ് ക്ലാസിക്കൽ ലേബർ മാർക്കറ്റ്. ഈ 4 പ്രധാനപ്പെട്ട ആസ്പെക്ട്സിലാണ് നമ്മൾ ക്ലാസിക്കൽസിനെ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളത് മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ക്ലാസിക്കൽസിലേക്ക് വരുമ്പോൾ ഒന്നാമത്തേതായിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. ഓക്കെ, നമുക്കതിൽ ഫസ്റ്റ് ഇതൊരു തിയറി ആയിട്ട് പഠിക്കാം. ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് തിയറിയാണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്ലാസിക്കൽസ് ബിലീവ് ദാറ്റ് എക്കോണമി ഈസ് ആൾവേസ് ഫുൾ എംപ്ലോയ്മെന്റ്. എക്കോണമിയിൽ എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും. വാട്ട് ഈസ് ഫുൾ എംപ്ലോയ്മെന്റ്?
Full employment is a situation there is no unemployment. All the peoples are ready. So what is actually employment? നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ all the people are ready to work at the existing wage rate. At the existing wage rate. എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ ജോലി ചെയ്യാൻ എല്ലാ ആളുകളും റെഡി ആവുന്നതാണ് നമ്മുടെ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. അപ്പോൾ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും എവിടെ കാണാൻ കഴിയില്ല? ക്ലാസിക്കൽ എക്കോണമിയിൽ കാണാൻ കഴിയില്ല. ഇതാണ് ഇവരുടെ ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ അസംഷൻ അല്ലെങ്കിൽ അവർ ബിലീവ് ചെയ്ത ഒന്നാമത്തെ കാര്യമാണ് അവിടെ full employment ആയിരിക്കും. Always full employment. Always full employment. Understand? And this market is operated by free market operation. Free market operation. എന്താ ഈ ഫ്രീ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്രീ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nobody can influence the demand and supply. Then who determine the demand and supply? The demand is determined by the market. മാർക്കറ്റിലുള്ള ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആ എക്കോണമിയിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രൈസ് കൂടും. നല്ല ഡിമാൻഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ച് അവിടെ പ്രൈസ് കുറയുകയും ചെയ്യും. അപ്പോൾ ഈ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് ബേസ്ഡ് ഓൺ ദി മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ്. ഫ്രീ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്. ഇതിനെ നമുക്കൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാൻ പറ്റും. ദർ ഈസ് നോ ഇൻഫ്ലുവൻസ് ഓഫ് ദി ഗവൺമെന്റ്. നോ ഇൻഫ്ലുവൻസ് ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇവര് ക്ലാസിക്കൽസ് പറയുന്നത് ലേസസ് ഫെയർ. ലേസസ് ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഫ്രം ഓൾ ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഫ്രീ ഫ്രം ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഇപ്പൊ ഗവൺമെന്റിന്റെ യാതൊരുവിധ ഇന്റർവെൻഷനും എവിടെ ഉണ്ടാവില്ല? ക്ലാസിക്കൽ മാർക്കറ്റിൽ ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ നിന്നും നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഇത് മനസ്സിലാക്കിയല്ലോ. ഇതിൽ നിന്ന് നമ്മൾ ഇനി തിയറിയിലേക്ക് പോകണം. എന്താണ് ഈ ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട്? ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. ഓൾറൈറ്റ്, രണ്ട് ആസ്പെക്റ്റ് ആണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യുന്നത് ഡിമാൻഡ് ഫോർ ലേബറിന്റെയും സപ്ലൈ ഓഫ് ലേബറിന്റെയും അടിസ്ഥാനത്തിലാണ്. ഡിമാൻഡ് ഫോർ ലേബർ, സപ്ലൈ ഓഫ് ലേബർ. ഒരു എക്കോണമി എടുത്തു കഴിഞ്ഞാൽ സപ്ലൈ ഓഫ് ലേബർ, അവിടെ ആരൊക്കെ ഉണ്ടാവും? നമ്മൾ ലേബേഴ്സിനെ ഡിമാൻഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും, ലേബറിനെ ഡിമാൻഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ദാറ്റ് മീൻസ് നമ്മുടെ ഫേംസ് ഉണ്ടാവും. അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ലേബർ ഉണ്ടായിരിക്കും. സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് അവിടുത്തെ വർക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ ഫേംസ് ആൻഡ് വർക്കേഴ്സ്, ഇത് രണ്ടുമാണ് നമുക്കിവിടെ ഇതിന്റെ ഭാഗമായിട്ട് വരിക. അപ്പോൾ ഈ ഫേംസ് ലേബേഴ്സിനെ ഡിമാൻഡ് ചെയ്യുന്നത് എന്തിനടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദി മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. MPPL എന്ന് പറയും, മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് ഇവരുടെ എഫിഷ്യൻസിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബേഴ്സ് എത്ര കണ്ട് ഔട്ട്പുട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലേബർ എന്ന് പറയും. അപ്പൊ എത്ര കണ്ട് ഔട്ട്പുട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലേബേഴ്സിന് ഡിമാൻഡ് ചെയ്യപ്പെടുന്നത്.